പഠിച്ചു വെച്ചിരിക്കണ്ട മറന്നു അതിനൊപ്പം തന്നെ. മതി അപ്പൊ നമ്മള് വീട്ടിലോട്ടൊക്കെ വിളിച്ചിട്ട് ഇതുപാറക്കൊക്കെ പറഞ്ഞിട്ടിരിക്കാട്ടെ ഇവ അതുകൊണ്ട് എന്താ പറയാ കുറച്ചു നേരമായിട്ട് ഇതുപാറക്ക് തന്നെ പറഞ്ഞോണ്ടാട്ടോ ഫോൺ എടുത്ത പാടെ പഠിച്ചു വെച്ചിട്ട് പറയാണ്. അപ്പൊ എല്ലാരും എന്താണ് പെരുന്നാളായിട്ട് പരിപാടി? ഞങ്ങൾ ഇന്നലെ ബിരിയാണി വെച്ചു. ഞങ്ങളെല്ലാം സുലു വെച്ചു. ഞാൻ ബിരിയാണി വെച്ചു. ചിക്കൻ വറുത്തല്ല, ചിക്കൻ കട്ട് ചെയ്തത്. ഡാഡി ചെയ്തത് പറ. ചിക്കൻ കട്ട് ചെയ്തെന്നൊക്കെ പറ. കൊച്ചിനറിയാമല്ലോ. അപ്പൊ ബിരിയാണിക്ക് ഞാന് ഫുള്ള് സെറ്റ് ആയിട്ടുള്ള ദം ബിരിയാണി ആട്ടോ വെച്ചിട്ടുള്ളത്. വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതന്നെ. അപ്പൊ ഞാൻ ഇന്ന് ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ദം ആക്കിയിട്ട് ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കഴിച്ചിട്ടില്ല അല്ലേ? കഴിച്ചതിന് ശേഷം ഞാൻ കണ്ടിട്ട് നല്ല വൃത്തിയൊക്കെ ഉണ്ട്, ഭംഗിയുണ്ട്. അപ്പൊ ഇന്നെന്താ പരിപാടി പെരുന്നാളായിട്ട്? ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ പുറത്തിറങ്ങും. ഞങ്ങളൊന്നും പ്ലാൻ ചെയ്യാറില്ല. എല്ലാവരും പ്ലാൻ ചെയ്യാറ്. ഞാൻ 2 ദിവസമായിട്ട് ചോദിക്കാം. പെരുന്നാളാണ്, 3-4 ദിവസം അവധി ഉണ്ട്, എന്താണ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു പ്ലാനും വായിന്ന് വന്നിട്ടില്ല. ആ ഹോളിഡേ വന്നപ്പോഴേ അങ്ങനെ കൂടുതലേക്ക് എടുത്ത് ഉറങ്ങാനും നല്ല സുഖമായിട്ടിരിക്കാനും തോന്നും. അപ്പൊ അത് തന്നെയാണ് എന്തായാലും പുറത്തിറങ്ങണം. പിന്നെ ചൂടായോണ്ട് ആ ഒരു ഈ നേരത്തൊക്കെ ഇറങ്ങല് നടക്കില്ലല്ലോ. എന്തായാലും കുറച്ച് കഴിയണം. ഒരു ഈവനിങ് സമയത്ത് തന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ചെയറൊക്കെ എടുത്തിട്ട് വന്നിരിക്കണ പാവുണ്ട്. കാണുന്നുണ്ട്. അപ്പൊ സുലിക്ക് വെച്ചിട്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും പോയി ഫുഡൊക്കെ കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം. നമുക്ക് എന്താ പറയാ കമ്മ്യൂണിറ്റി ടാബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാനുണ്ട്. അപ്പൊ വേഗം പോയിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടാ. ഓ ബിരിയാണി നോക്കൂ, എന്ത് ഭംഗിയുള്ള ബിരിയാണിയാ നോക്കാം. അപ്പൊ എന്ത് രസം കാണാൻ. ഞങ്ങൾ ഇന്ന് തറയിലാണ് കേട്ടാ. ഇന്ന് എന്താണ് അവാഫിക്ക് തറയിലിരിക്കാൻ ഭയങ്കര പൂതി. കുട്ടി ഇവിടെ തറയിലിരിപ്പുണ്ട്. എന്ത് പറ്റി? അതാ എന്റെ ചോറ് നോക്കൂ, നല്ല ഭംഗി. ഇത്രയും ഭംഗിയുള്ള ബിരിയാണി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ ഇന്ന് ഫുള്ള് മടി പിടിച്ചിട്ട് ഡിസ്പോസിബിൾ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഇരിക്കുക കേട്ടാ. കാരണം പാത്രം കഴുകാൻ വയ്യ. അതന്നെ, പാത്രം കഴുകാൻ വയ്യാട്ടാ. അപ്പൊ ഫുഡ് കഴിച്ചാല് വേഗം നമുക്ക് ഇതുകൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞിട്ട് സ്ഥലം കാലിയാക്കാം. അഭിപ്രായം പറഞ്ഞിട്ടേ നമ്മള് ക്യാമറ ഓഫ് ചെയ്യുള്ളൂ. അങ്ങനെ സക്സസ്ഫുള്ളി എന്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ണൂർ കിച്ചൺ. അപ്പൊ ഞങ്ങൾ ഇനി കഴിക്കട്ടെ കേട്ടാ. കഴിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. എന്താ മോളത്? അത് പെരുന്നാൾ ഡാൻസ്. പെരുന്നാളിന്റെ സ്പെഷ്യലാണോ? എവിടെ പിന്നെന്താ പറയണ്ടേ? ഇവാടെ മൈലാഞ്ചിട്ട് കാണിച്ചു കൊടുത്തേ. 2 കയ്യിലും മൈലാഞ്ചി ഇട്ട് കല്യാണ പെണ്ണായി. പുതിയ പെണ്ണ് കാണിച്ചു കൊടുത്തേ. കണ്ടോ? ഡാൻസ് കാണിച്ചു. കാലിൽ ഇനിയിപ്പൊ ഷൂരാ നിക്കണ്ട. വാ കാണിച്ച ഡാൻസ് കാണി. എല്ലായിടത്തും പറയില്ല. നീ തന്നെ പാടണം. പാട്ടേതാ? പാട്ട് കദളി വാഴയാ. അവിടെ നിന്ന് ഇതുവരെ ഇങ്ങനെ എത്തിയിട്ടില്ല. നാട്ടിൽ അപ്പൊ ഇന്ന് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മള് പെരുന്നാളിന്റെ വീഡിയോ ആണ് ഇത്. പക്ഷെ പെരുന്നാളിന്റെ ദിവസമല്ല, പെരുന്നാളിന്റെ അടുത്ത ദിവസമാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ എവിടെയും പോയില്ല. ഇന്നലെ ഫുള്ള് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് ചുമ്മാ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് വന്നിട്ടുള്ള സ്ഥലം കുറച്ച് നൊസ്റ്റാൾജിക് സ്ഥലമാണ്. എനിക്കറിയാം വടിയുടെ ഇന്ന് ഞങ്ങള് ഭയങ്കര നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ്. എത്ര
ഉണ്ടല്ലോ ഞങ്ങള് 2 years മുന്നേ ഇവിടെ നഹദയിൽ താമസിച്ചിരുന്നപ്പം ഈ കുൽഫി ഹൗസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അന്ന് ഇവിടെ വന്നൊരു വ്ളോഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവും, കണ്ടില്ലെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ അന്ന് ഇവ ആണെങ്കിൽ എപ്പോഴും ഇരുന്ന് കാണുന്ന ഒരു വീഡിയോ ആട്ടോ. ഇവക്ക് ആ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ആ ഒരു സെറ്റപ്പ് ഒക്കെ നല്ല രസമാട്ടോ. അപ്പൊ ഇവ കുഞ്ഞിവാട്ടോ. അപ്പൊ ഇവക്ക് കുഞ്ഞതായിപ്പോ പോയ സ്ഥലം ഇത് സ്ഥലമൊക്കെ ഇത് ഓത്തോളി കയറി ഓടിച്ചതാ. ഇവ കണ്ട ഇവ ഇങ്ങനെ കൊറേ ദിവസമല്ല കൊറേ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആട്ടോ ഇവ കാണിച്ചോണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് എന്നാലും അതിന്റെ ഉള്ളിൽ കേറാട്ടാ. ഇവക്ക് എന്താ വേണ്ടേ? കുൽഫി. കുൽഫി എന്താ? കുൽഫി എന്താ? പിന്നെ ഐസ് ഇവ പറയണ സാധനം വേറെയാണ്. ഇവ കളറുള്ള ഒരു സാധനം ഉണ്ടെന്നാ നഫി? അയ്യോ എനിക്ക് മറ്റേ ഐസ് വരുതി പോലെ കഴിക്കുന്ന ആ സാധനമാണ് ഇവ പറയണത്. പക്ഷെ കുൽഫി എന്നാ പറയുന്നത്. അത് ചീത്തയാണ്. എന്നാൽ നമുക്ക് പോവാട്ടോ. അപ്പൊ നമ്മള് അകത്തോട്ട് കയറാണ്. അതിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനില്ല കേട്ടോ. അന്ന് നമ്മള് വന്നപ്പോഴും മനുഷ്യന്മാര് വന്നിട്ട് അയ്യോടാ ഇവിടെ വന്നപ്പോ ആരുണ്ടായില്ല. ഞങ്ങൾ അന്ന് വന്നപ്പോ ഒരാളുണ്ടായില്ല. നമ്മള് ഫുള്ള് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കായിരുന്നു. അന്ന് കുഞ്ഞി പറഞ്ഞേട്ടാ. ഞാൻ അന്നത്തെ വീഡിയോയുടെ ഒരു പോർഷൻ സൈഡിൽ കൊടുക്കാത്ത. ഇവ എവിടെ പോയി? വാ നോക്കട്ടെ. വലിയ കുട്ടിയായി. അപ്പൊ വന്നപ്പോ കുഞ്ഞു കുട്ടിയായിരുന്നു. അതറിയില്ല എനിക്ക്. ഇത് മതി. അതാണ് വേണ്ടേ? ഇത് എവിടെ ഇവ കയറിയിരിക്കണേ? ഇവ സൈക്കിൾ ഓടിക്കാണേ. അവിടെ കയറണ്ട, അവിടെ കയറണ്ട. എത്തിപ്പോയി ഇവ. ഇതാണ് ഇവ പറഞ്ഞ സാധനം. രസണ്ടാ? അത്ര നല്ലതൊന്നും അല്ല കേട്ടോ. ഈ കളർ ഇങ്ങനെ കുടിക്കണ അത്ര നല്ലതല്ല. പിന്നെ ഇപ്പൊ 2 വർഷത്തില് ഒരിക്കലും 2 അല്ല കേട്ടോ. ആക്ച്വലി 3 ആവാറായി. 2.5 വർഷമായി. സാധനം നമ്മള് ടേസ്റ്റ് ചെയ്യാൻ നോക്കണേ ഉള്ളൂ. ഇവ ഭയങ്കര പോളിങ്ങാണ്ടാ. ഇവയുടെ സാധനം എനിക്ക് കഴിഞ്ഞിട്ടില്ല. കുൽഫി ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടാണല്ലേ ഇവ. ഇവിടെ പല്ല് ചുണ്ടൊക്കെ കളർ മാറിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇത് നമ്മുടെ ഫ്രൂട്ടിയുടെ ഒരു ടേസ്റ്റ് ആണ്. മാംഗോ ഫ്ലേവറാണ്. കുൽഫി മൊത്താഫി ഒറ്റയ്ക്ക് തിന്നു തീർത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മള് മലായി കുൽഫിയില് ബദാം ഇട്ട അങ്ങനത്തെ എന്തോ ഒരു ഫ്ലേവറാണ്. ബദാം ഫ്ലേവറാണ് കേട്ടോ ഇതില്. ഒന്നും വേണ്ടോ. കുഞ്ഞുവാവ എന്ന് പറയണ കൊറേ ഡയലോഗ്സ് ഉണ്ട്. കുഞ്ഞുവ പറയണ ചിത്തൻ 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 എന്നൊക്കെ പറയുന്നുണ്ട്. ബിസ്ക്കറ്റ് വലിയ മാറ്റൊന്നുമില്ല. ബാ ബാ ബാ. ഈ പാർക്കിൽ കളിക്കാൻ വരുന്ന ഓർമ്മ? ഞങ്ങൾ അൽനദയിലായിരുന്നപ്പോ സ്ഥിരം വരുന്ന പാർക്കായിരുന്നു കേട്ടോ ഇത്. ഓർമ്മ ഞാനീ വായും അഫി ഓഫീസിൽ നിന്ന് വരുന്ന നേരമാകുമ്പോ ഞാനീ വായും കൂടെ ഇവിടെ വന്നിരിക്കും കേട്ടോ. എന്നിട്ട് അഫിയുടെ കൂടെയാണ്. അഫി ബസ് ഇറങ്ങിയിട്ടായിരുന്നല്ലോ. അന്ന് കാറൊന്നും ഇല്ല കേട്ടാ. അന്ന് ചേട്ടന് ബസ് മാത്രമല്ല. ഞങ്ങളിവിടെ കാണും.
എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നടന്ന് നമ്മുടെ റൂം എവിടെയായിരുന്നു? അപ്പൊ ഇവിടെ നിന്ന് അടുത്താട്ടാ. ഞങ്ങൾ കുൽഫിഷ്യസിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത എവിടെ പോകും എന്നുള്ള ആലോചനയിലായിരുന്നു കേട്ടോ. അപ്പോൾ 1-2 സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇറങ്ങിയ സമയത്ത് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളൊക്കെ ക്ലോസ്ഡ് ആണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫൈനലി ഞങ്ങൾ ദുബായിക്ക് പോയി. ദുബായ് സിറ്റി വോക്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായില്ല. ഞാൻ ദുബായ് മാളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും സിറ്റി വോക്കിനുള്ളിൽ കയറിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കുറേ ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ആ ഒരു പെരുന്നാളിൻ്റെ ആ ഒരു വൈബ് ഇവിടെ വന്നപ്പോൾ കിട്ടണില്ല എന്നുള്ള കേട്ടോ സത്യം. നാട്ടിൽ നമ്മൾ എന്താ പറയുക, ഞങ്ങൾ ആകെ പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം ഒന്ന് ബീച്ചിൽ പോകും, പിന്നെ ഉമ്മച്ചിയുടെ വീട്ടിൽ പോകും, അത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ അത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇവിടെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് പോവുകയാണ്. പക്ഷെ നാട്ടിൽ നമ്മളെല്ലാവരും ഒന്നിച്ചുള്ളപ്പോൾ അത് തന്നെ ആട്ടോ ഒരു സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ എവിടെയും പോയില്ലെങ്കിലും നമ്മൾ ഒന്നിച്ചുള്ളത് അത് ഭയങ്കര ഒരു സന്തോഷം തന്നെ ആട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ ശരിക്കും നാട് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ ഫാമിലി ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും അങ്ങനെ ഒരു മിസ്സിങ് ഒന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ഞാനും ഇവിടെ വന്നിട്ട് അധികം ആയിട്ടില്ലല്ലോ. എൻ്റെയും 2ാമത്തെ പെരുന്നാളാണ് UAE-ൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു മിസ്സിങ് തോന്നുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ സിറ്റി വോക്കിലെത്തിയ കറക്റ്റ് സമയത്ത് തന്നെ ഇവിടുത്തെ ഫൗണ്ടൻ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സമയം കറക്റ്റായതുകൊണ്ട് തന്നെ അതും കാണാൻ പറ്റി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഒരു 3-4 ആംസ് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് അതിൽ നിന്നും വെള്ളവും ഇങ്ങനെ മിസ്റ്റ് പോലെയൊക്കെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഒരു മ്യൂസിക്കിനനുസരിച്ച് വെള്ളമൊക്കെ വീഴുന്നതൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ. സിറ്റി വോക്കിനുള്ളിൽ മെയിനായിട്ട് ഭയങ്കര ഒരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ല നല്ല കാഫറ്റീരിയാസ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിൽ ബോക്സ്, അതുപോലെ തന്നെ എന്താ പറയുക ടെലിഫോൺ ബൂത്തൊക്കെ ഉണ്ടല്ലോ, പഴയ ആ ഒരു സെറ്റപ്പൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും ഷോപ്സ് ആണെങ്കിലും എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊക്കെയാണ് കേട്ടോ. അതാരവാ സൂപ്പർമാൻ ആണോ ഇത്? സൂപ്പർമാനാണോ? പറക്കാനുള്ള സാധനമാണ് സൂപ്പർമാൻ. ഇതിൻ്റെ ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ കൂടുതലും അറബ്സൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. മലയാളികളൊക്കെ പൊതുവെ കുറവായിരുന്നു, ഇല്ലയെന്നല്ല, എന്നാലും അറബ്സിൻ്റെ അത്രയൊന്നും ഉണ്ടായില്ല കേട്ടോ. എന്നാലും ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. ആ ഒരു ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്പോട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നു. എന്തേടി അടിപൊളി ഫോട്ടോ മറ്റേ സാധനം നമ്മുടെ അടുത്ത കമ്പനി ലൈറ്റ് മറ്റേ സ്കൂട്ടറിൻ്റെ ഏത്? ഇത് മറ്റേ ആപ്പയാണോ? ആപ്പ നാട്ടിലെ കുഞ്ഞപ്പ. ഇതെന്തോ നീ ഓട്ടെ നോക്കൂ, 2 മീറ്റർ ഡിസ്റ്റൻസ് ഇട്ടിരിക്കണോ? നീങ്ങിരിക്കും എൻ്റെ അടുത്തുനിന്ന്. വീട്ടിലെ ആൾക്കാരാകുമ്പോൾ കുഴപ്പമില്ല. ഇല്ല, എന്നാലും പ്രശ്നം അങ്ങനെ അവർ എഴുതിയിട്ടില്ല. നോക്കൂ, അവർക്ക് തന്നെ അറിയാം. ഇവിടെ ഫുള്ള് അറബ്സ് ആണ് കേട്ടോ, കൂടുതലും അറബ്സ് ആണ്. അതുപോലെ എല്ലാം ഭയങ്കര ലക്ഷൂറിയസ് ആണ്. വണ്ടികളൊക്കെ നമ്മളവിടെ പാർക്കിങ്ങിൽ വന്നപ്പോൾ തന്നെ എല്ലാം എന്താ പറയുക വെറൈറ്റി വണ്ടികളൊക്കെയാണ് അവിടെ പാർക്കിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്.
ഇപ്പൊ പിന്നെ ചൂടുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ വന്നിരിക്കുമ്പം അല്ലേ ഇന്നത്തെ പോലൊരു ഇത് കിട്ടണില്ല. നമുക്ക് ആദ്യ സമയത്തൊക്കെ നല്ല തണുപ്പുള്ള സമയമായതുകൊണ്ട് വൈകിട്ടൊക്കെ വന്ന് നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചിരിക്കാം. ഇപ്പൊ ചൂട് കാറ്റടിച്ചിരിക്കാം. അത്രയും വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ആ അതിന്റെ മേലെ കണ്ട നല്ല രസമുണ്ട് ഇവിടെ. ഫുള്ള് നല്ല അടിപൊളി സംഭവങ്ങളൊക്കെയാണ്. ഇങ്ങനെ വൈകിട്ടൊക്കെ വന്നിട്ട് കുറെ നേരം ഇരിക്കാം. ഇപ്പൊ കുറച്ച് നാളും കൂടെ കേട്ടോ 2-3 മാസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ വന്നിട്ട് കാറ്റ് കൊണ്ടിരിക്കാം. ഇതങ്ങനെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഒന്നല്ല. നമുക്കിങ്ങനെ നടന്ന് കത്തിയൊക്കെ വെച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. കുറെ ആൾക്കാരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വൈബായിരിക്കും. 3 കൂടെ ഉള്ള ഫോട്ടോ എടുക്കണം ഒഫി. നമുക്കൊരു ഫോട്ടോഗ്രാഫറിനെ കൊണ്ട് വരേണ്ടത്. അയ്യോ ഇവാനെ കാണുന്നില്ല. ഇതെന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇതാണ് എന്തോ ഒരു സാധനം. വാട്ട് ഈസ് ദിസ് സാധനം? ഇവിടെ ഒരു ഐ ലവ് DXP ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഭൂതം പോലെ ഉണ്ട് കാണാൻ. സച്ചു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടേ അക്കച്ചിനി ദുബായിൽ പോയിട്ട് ഇവിടെ മൊത്തം അടിപൊളി ലൈറ്റാന്ന് പറയരുതെന്ന്. കാരണം ദുബായിൽ മൊത്തം ലൈറ്റാണ്. ഞാനിവിടെ വന്ന എല്ലാ വീഡിയോയിലും ഇവിടെ ഫുള്ള് ലൈറ്റാണ് അടിപൊളിയാന്ന് പറയും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അത് പറയുന്നില്ല. അത് ഞാൻ പ്രത്യേകം പറഞ്ഞു കേട്ടാ. ഇവിടെ ഫുള്ള് ലൈറ്റാണ് സത്യം പറഞ്ഞാൽ. ഞാൻ പറയുന്നില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തലാൽ റെസ്റ്റോറൻറ്റിലോട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളത്. നമ്മളിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഇവിടെ വന്നിട്ട് ചാർക്കോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീണ്ടും വന്നതാണ്. ഇവിടെ നമ്മൾ ഇന്ന് എന്തായാലും വെറൈറ്റി ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് ഇവരുടെ സ്പെഷ്യൽ ഐറ്റമായ കുഞ്ഞിക്കോഴിയാട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ചെറിയൊരു ചിക്കൻ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ട് ഫുള്ളായിട്ട് പൊരിച്ചിട്ട് അത് സ്പെഷ്യലായിട്ടുള്ളൊരു ഗ്രേവിയിലൊക്കെ മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇട്ട് നല്ല രീതിയിലാട്ടോ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ചട്ടിയിൽ വാഴയിലൊക്കെ വെച്ച് എന്താ പറയുക ഭയങ്കര സ്പെഷ്യലായിട്ടാണ് കേട്ടോ അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളതിൻ്റെ കൂട്ടത്തിൽ പൊറോട്ട ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് നല്ലൊരു കോമ്പിനേഷനായിരുന്നു. ഇപ്പൊ ഇങ്ങനെയാണോ പൊറോട്ട? അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാട്ടോ പോയത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു നമ്മുടെ ഈ വർഷത്തെ ഈദ് ആഘോഷങ്ങളൊക്കെ. പിന്നെ അടുത്ത ദിവസം നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു. പ്രത്യേകിച്ച് എവിടെയും പോയിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.